ആങ്സൈറ്റി ഈസ് ഹ്യൂമൻ. നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി വേണം, ടെൻഷൻ വേണം. കുറച്ച് ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കില്ലല്ലോ. അതല്ലെങ്കിൽ ഒരു കാര്യം തീർക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യണം, അതൊക്കെ നമുക്ക് ജനറലി നമ്മുടെ കൂടെ വേണ്ട കാര്യങ്ങളാണ്. അതൊന്നും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ല. പക്ഷേ ഈ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിന് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റി തടസ്സപ്പെടുന്നു. ഇപ്പോൾ ചാന്ദിനി ഇപ്പോൾ ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ പെട്ടെന്ന് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവണു, ഫുഡ് പാറ്റേൺ തെറ്റുന്നു, ഒന്നിൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഇത് ഒരു ദിവസമൊക്കെ നമുക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം മാക്സിമം. അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മളൊന്ന് അവെയർ ആവണം, എന്താണ് എനിക്ക് പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് മറ്റു കാര്യങ്ങളെ തടസ്സം ചെയ്യുന്നുണ്ടോ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. അതാണ് ആ ഒരു പോയിന്റ്. നമ്മൾ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് തടസ്സം വരണം. നമുക്ക് ഒരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്നും നേടണമെന്നോ ജോലിക്ക് പോകണമെന്നോ ഒന്നും ആഗ്രഹമില്ലാതെ എല്ലാവരിൽ നിന്നും വിഡ്രോ ചെയ്ത് മാറിപ്പോവുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഒരു മെന്റൽ പ്രൊഫഷണൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഒരു റുട്ടീനെ ബാധിക്കുന്നുണ്ടോ, അതാണല്ലോ ഇമ്പോർട്ടന്റ്. അതിലും വേറൊരു കാര്യം കൂടി ഉണ്ട്, ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ ഉണ്ട്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ ഉള്ളിൽ വെച്ചിട്ട് അവരെല്ലാ വർക്കും ചെയ്യും. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കും, ഫാമിലിനെ ഹാപ്പി ആക്കും. അപ്പോൾ അതും ഒരു ദോഷമുള്ള അവസ്ഥ തന്നെയാണ്. കാരണം അവർക്ക് ഇത് ഉണ്ടെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്കറിയാം, പക്ഷെ പുറമെയുള്ളവർക്ക് തീരെ അറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ നമുക്കൊരു ഇൻസൈറ്റ് വേണം, ഞാനിത് ഓവർ സ്ട്രെസ് എടുത്ത് സ്ട്രെയിൻ എടുത്ത് ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിന് വേണ്ട അല്ലെങ്കിൽ ഹെൽത്ത് കൊടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് മെന്റലി ഞാനത് കൊടുക്കുന്നില്ല എന്നുള്ളത് അവർ അവെയർ ആവണം.